ഡൽഹി ചലോ മാർച്ച് ശംഭു അതിർത്തിയിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. കണ്ണീർ വാതകം ചൊരുക്കാൻ മുഖംമൂടികൾ ധരിച്ചാണ് ഇന്ന് കർഷകർ എത്തിയത്. 101 കർഷകരാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. അതിർത്തി അടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഹരിയാന പോലീസ്. പോലീസും കർഷകരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, കേന്ദ്രം വിഷയങ്ങളൊക്കെ ഇടപെടും, അതിനൊരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പലയിടങ്ങളിലായിട്ടുള്ള പ്രതിഷേധമാണ്. ഇതെങ്ങനെയാണ് കർഷക സംഘടനകൾ ഇത് ഏകോപിപ്പിക്കുന്നത്? ഇന്ന് മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? മുന്നോട്ട് പോകുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. നോക്കൂ, ഈ ഉത്തർപ്രദേശിലെ കർഷകരുടെ ഈ പ്രതിഷേധം, അതുപോലെ തന്നെ പഞ്ചാബിലെ ഈ ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിട്ടുള്ള അവിടെ നിന്നും ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന കർഷകരുടെ സമരവും രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് തരംതിരിക്കാം. രണ്ടും രണ്ട് ആവശ്യങ്ങൾക്കാണ്. ഇത് ഏകദേശം ഒരു വർഷമായി തന്നെ ഈ പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട്. അവരാണ് കഴിഞ്ഞ ദിവസം സമരം വീണ്ടും പുനരാരംഭിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഇന്ന് കൃത്യം 12 മണിക്ക് ശേഷമാണ് ഏകദേശം 101 കർഷകർ ഈ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കാൻ വേണ്ടി ശംഭു അതിർത്തിയിലേക്ക്, ആ ബാരിക്കേഡ് എല്ലാം വെച്ച ആ പ്രദേശത്തേക്ക് വീണ്ടും എത്തിയത്. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് വലിയ തരത്തിൽ ഈ കണ്ണീർ വാതകവും അതുപോലെ തന്നെ ഈ വാട്ടർ ക്യാനും എല്ലാം തന്നെ അവർക്കെതിരെ അടിച്ചിരുന്നു. കാരണം ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അത് ചെറുക്കാനടക്കം കൃത്യമായിട്ടുള്ള മുഖമൂടികളെല്ലാം ധരിച്ചുകൊണ്ടാണ് ഇത്തവണ കർഷകർ എത്തിയിരിക്കുന്നത്. അവർ പോലീസുകാരുമായി സംസാരിക്കുന്നുണ്ട്. ഒരു സംഘർഷ സാഹചര്യം നിലവിൽ എന്തായാലും ഈ ശംഭു അതിർത്തിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു കണ്ണീർ വാതക പ്രയോഗത്തിലേക്കോ അല്ലെങ്കിൽ സംഘർഷത്തിലേക്കോ കാര്യങ്ങൾ പോകാമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്നത്. പ്രധാനമായിട്ടും മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നുള്ള കാര്യമാണ് കർഷകർ, ഈ 101 പേരുടെ സംഘം ആവശ്യപ്പെടുന്നത്. പക്ഷേ ശംഭു അതിർത്തിയിൽ വെച്ച് തന്നെ ഹരിയാന പോലീസും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗവും അവരെ തടഞ്ഞിരിക്കുകയാണ്. ഈ പഞ്ചാബ് അതിർത്തിയോട് കയറിയിട്ടാണ് ഈ പോലീസ് എന്തായാലും ഇപ്പോൾ ഈ കർഷകരെ തടഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഹരിയാന പോലീസിന് പഞ്ചാബിലേക്ക് കയറി ഇത്തരത്തിൽ കർഷകരെ തടയാനുള്ള അനുവാദം ലഭിച്ചത്? അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അതായത് പെർമിഷൻ ലെറ്റർ അടക്കം കാണിക്കുക എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കർഷകരും ഒരു വാക്കേറ്റം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള കാര്യം തന്നെയാണ് കർഷകരും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നേരത്തെ എല്ലാം തന്നെ ഈ കർഷക സംഘടനകൾ, അതായത് സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയത് ഈ കേന്ദ്ര സർക്കാരും അതല്ല ഈ പഞ്ചാബ് ഹരിയാന സർക്കാർ ആണെങ്കിൽ പോലും ഒരു തരത്തിലും ചർച്ചകൾക്ക് തയ്യാറാണ്. ഇടവേള നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്, ഒരു ചർച്ചകൾ നടത്താനുള്ള ഒരു സമയം ഇന്നലെ നൽകിയിരുന്നു. അവർ എന്തെങ്കിലും ചർച്ചകൾക്ക് അവരെ വിളിക്കുമെന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു കർഷകർക്ക്. അതൊന്നും ഉണ്ടായില്ലേ? കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഇന്നലെ ഇടപെട്ടില്ലേ? ആരെ ഇടപെട്ടില്ല. ഇന്നലെ ഒരു ദിവസത്തെ ഇടവേളയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. സമയമായിരുന്നു സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നത്. ഇന്നലെ ഒരു ദിവസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾക്ക് വിളിക്കാം, അങ്ങനെയാണെങ്കിൽ ചർച്ചയിലൂടെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു കാര്യങ്ങളിലേക്ക്, അതായത് പരിഹാരത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ കാത്തിരുന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങളെ ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള കാര്യം ഒരു പത്രസമ്മേളനം വിളിച്ചാണ് ഈ കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഈ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിക്കും എന്നുള്ള കാര്യം കൂടി ഈ കർഷക നേതാക്കൾ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വീണ്ടും ഈ സമരം പുനരാരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ശംഭു അതിർത്തി എന്ന് പറയുന്നത് നോക്കൂ, ഈ ഹരിയാനയ്ക്ക്, അതായത് അംബാല എത്തുന്നതിന് തൊട്ട് മുൻപുള്ള പ്രദേശമാണ് ഈ ശംഭു എന്ന് പറയുന്നത്. അവിടെ നിന്നും ഏകദേശം 150-180ഓളം കിലോമീറ്റർ ഉണ്ട് ഡൽഹി എത്താൻ വേണ്ടിയിട്ട്. അതിനിടയിൽ തന്നെ 3-4 ഇടത്ത് പോലീസിൻ്റെ വലിയ സുരക്ഷാ വിന്യാസമുണ്ട്, ബാരിക്കേഡ് വെച്ച് തടുത്തിട്ടുണ്ട്. എന്തായാലും ശംഭു അതിർത്തിയിലാണ് ഏറ്റവും അധികം സുരക്ഷാ സേനയെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിൽ അർദ്ധസൈനിക വിഭാഗവും ഉണ്ട്. ഹരിയാന പോലീസാണ് പിന്നെ ഏറ്റവും കൂടുതലുള്ളത്. ഒരു തരത്തിലും അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്ന് ഹരിയാനയിലേക്ക് കടക്കാൻ ഈ കർഷകരെ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് അതിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ മാധ്യമപ്രവർത്തകരെ അടക്കം വിലക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവും ഈ ഹരിയാന സർക്കാർ പുറപ്പെടുവിച്ചത്. കർഷകരുടെ മാർച്ചാണ് ഇപ്പോൾ ശംഭു അതിർത്തി നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർ ഡൽഹിയിലേക്ക് പോകുമെന്ന നിലപാടിൽ നിൽക്കുന്നു. അവർ ഒരു തരത്തിലും പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ പോലീസും ഉറച്ചു നിൽക്കുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.